അമിത് ഷായുടെ ആരും പറയാത്ത ബാങ്കിംഗ് വിപ്ലവം കേരളത്തിൽ നോക്കാം വിശദമായി. ബിസിനസ് എന്നാൽ ഗുജറാത്തികൾക്ക് അവരുടെ ശ്വാസമാണ്. ബിസിനസ് രംഗത്ത് ശോഭിക്കാത്തതായി ഒരു ഗുജറാത്തിയും ഇന്ന് ഇന്ത്യയിലില്ല. മുകേഷ് അംബാനിയും ഗൗതം അദാനിയും ശശി റൂയയും അനിൽ അംബാനിയും രവി റൂയയുമെല്ലാം അതിന് മികച്ച ഉദാഹരണങ്ങളാണ്. ഗുജറാത്തിയെ ആരും ബിസിനസ് പഠിപ്പിക്കേണ്ടതില്ല എന്ന് പഴമക്കാർ പറഞ്ഞൊരു കേട്ടറിവുണ്ട്. ഇന്ന് മോദി അമിത് ഷാ യുഗത്തിൽ ഗുജറാത്തിയെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഒരു നാട്ടിലെ ഭരണം പിടിക്കാനുള്ള എളുപ്പവഴി ആ നാട്ടിലെ സഹകരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം താങ്കളുടെ പക്ഷത്താക്കുക എന്നതാണ്. ബാങ്കിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പൊതുവെ പറയുമെങ്കിലും കൃത്യമായ രാഷ്ട്രീയം അവിടെ നടപ്പുണ്ടെന്ന് കാര്യം നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രാമീണ സഹകരണ ബാങ്കുകളിൽ ഒരു തവണയെങ്കിലും ലോണിനായി അപേക്ഷ പൂരിപ്പിച്ച് എത്തിയിട്ടുള്ളവർക്ക് വ്യക്തമായി അറിയാം. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ BJPക്ക് വ്യക്തമായ സ്വാധീനം കുറവായതുകൊണ്ട് കേരളത്തിൽ BJP എന്നു പിന്നോട്ടു പോകുന്നത് ഇത് ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് അറിയില്ലെന്ന് കരുതി അമിത് ഷായെ പഠിപ്പിക്കാൻ മുന്നോട്ട് വന്ന പലരും ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്. എന്നാൽ സഹകരണ ബാങ്കുകളിലെ രാഷ്ട്രീയ കളിയിലെ ഉസ്താദാണ് അമിത് ഷായും മോദിയുമെന്ന് എത്ര പേർക്ക് അറിയാമെന്ന കാര്യം ഇപ്പോഴും സംശയമാണ്. അതറിയണമെങ്കിൽ 90കളിലെ ഗുജറാത്തിലേക്ക് എത്തി നോക്കണം. അന്ന് മൃഗീയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ഗുജറാത്ത് ഭരിക്കുന്ന കാലം. ഗ്രാമീണ മേഖലകളിൽ വിവിധ സഹകരണ സ്ഥാപനങ്ങളും ബാങ്കുകളും കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു. 1991 ഗാന്ധി ധാം തെരഞ്ഞെടുപ്പിൽ അദാനിക്ക് വേണ്ടി ഇലക്ഷൻ ഇൻചാർജ് ആയിരുന്ന അമിത് ഷായെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നരേന്ദ്രമോദി തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഗുജറാത്ത് ഫിനാൻസ് കോർപ്പറേഷന്റെ ചെയർമാനാക്കി മാറ്റി. പിന്നീട് മോദി അമിത് ഷാ ടീമിന്റെ തേരോട്ടം തന്നെയായിരുന്നു ഗുജറാത്തിൽ. ആദ്യമായി കേശുഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ 1995 BJP സർക്കാർ ഗുജറാത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്നു. മാത്രവുമല്ല, കോൺഗ്രസിന് സ്വാധീനമുള്ള ഗ്രാമീണ മണ്ഡലങ്ങളിൽ കോൺഗ്രസുമായി ഏറ്റുമുട്ടി 2ാം സ്ഥാനത്തായി പോകുന്നവരെ തെരഞ്ഞു കണ്ടെത്തി അവരെ ഒപ്പം ചേർത്ത് നിർത്താൻ പിന്നീട് അങ്ങോട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. അന്ന് അമിത് ഷായ്ക്ക് 30-ൽ താഴെയും മോദിക്ക് 40-ഉമാണ് പ്രായം. അങ്ങനെ 8000 ഗ്രാമീണ നേതാക്കളെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോയ അമിത് ഷാ മോദി സംഘം ഇന്ത്യയിലെ ഏറ്റവും വലിയ സഹകരണ ബാങ്കായ അഹമ്മദാബാദ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റായി അമിത് ഷാ ചുമതലയേറ്റു. ഇത് 1999-ലാണെന്ന് ഓർക്കണം. സാധാരണ ഇത്തരം ബാങ്കുകളുടെ പ്രസിഡന്റ് ആകുന്നത് അതാത് പ്രദേശത്തിന്റെ ജാതി സമവാക്യങ്ങൾ നോക്കിയായിരുന്നു. പട്ടേലുമാരോ ക്ഷത്രിയരോ ആയിരുന്നു ഈ ബാങ്കിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. അവിടേക്കായിരുന്നു അമിത് ഷായുടെ കടന്നുവരവ്. 37 കോടി നഷ്ടത്തിൽ മുന്നോട്ടു പോയ ബാങ്കിനെ 27 കോടി ലാഭത്തിലെത്തിച്ചാണ് അവിടുന്ന് അമിത് ഷാ മുന്നോട്ടു പോയത്. പിന്നീട് വിജയരഥത്തിൽ മുന്നോട്ടു പോയ അമിത് ഷാ മോദി ദ്വയം ഇന്ന് നാം കാണുന്ന പോലെ പാർട്ടിയെയും ഒപ്പം അടുത്ത തലമുറയെയും വളർത്തി മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ നേതൃത്വം നൽകി മുന്നിൽ നിൽക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ ബാങ്കായ അഹമ്മദാബാദ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ വാർഷിക ലാഭം 1000 കോടിക്ക് മേലെ എത്തി നിൽക്കുന്നു. 2ാം ടൈമിൽ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ ചുമതല അമിത് ഷായ്ക്ക് നൽകിയതിന്റെ ഫലമായിരുന്നു കരവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ ED അന്വേഷണവും മാറ്റവും. മോദിയുടെ ഡിമോണിറ്റൈസേഷൻ പദ്ധതിക്ക് ഇടങ്കോല് വെച്ച തോമസ് ഐസക്കിനും സംഘത്തിനുമുള്ള തിരിച്ചടി. ഇനി മുതൽ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനത്തും ഓരോ നഗരത്തിനു കീഴിലും സഹകരണ ബാങ്കുകൾ തുടങ്ങുകയാണ്. അതിന്റെ ആസ്ഥാനമായി നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ ഡൽഹിയിൽ അമിത് ഷാ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്.